കളിപ്പാട്ടങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ പല കുട്ടികളുടെയും ജീവനെടുത്ത ചില കളിപ്പാട്ടങ്ങളുമുണ്ട്. ഇത്തരത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ചില കളിപ്പാട്ടങ്ങളെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇവയിൽ പലതും ഇന്ത്യയിൽ ലഭ്യമാണ് എന്നതാണ് ഏറ്റവും അത്ഭുതകരമായ ഒരു വസ്തുത. എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം ഇവയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കളിപ്പാട്ടമുണ്ടോ എന്ന് കമന്റായി ഞങ്ങളെ അറിയിക്കുക. നമ്പർ 8 സ്ലാപ്പ് ബ്രേസ്ലെറ്റ്. ഈ ബ്രേസ്ലെറ്റ് വിൽക്കാൻ തുടങ്ങി അന്ന് മുതൽ ഒരുപാട് ജനശ്രദ്ധ നേടുകയും ഒരുപാട് കുട്ടികൾ ഇത് വാങ്ങി ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പല പഠനങ്ങൾ നടത്തി ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്രേസ്ലെറ്റ് കൊണ്ട് കയ്യിൽ ഒരുപാട് തവണ അടിക്കുന്നത് മൂലം കൈകളിലുള്ള ഞരമ്പുകൾ ദുർബലമാവുകയും ചോര കട്ട പിടിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയത്. അതിനുശേഷം പല രാജ്യങ്ങളും ഇതിന്റെ വിൽപ്പന നിർത്തലാക്കി. എന്നാൽ ഇന്നും പല സ്ഥലങ്ങളിലും ഇതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ ഒന്നും കണക്കാക്കാതെ ഇവ വിറ്റുകൊണ്ടേയിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ പോലും ഇവ ഇന്നും സുലഭമായി ലഭ്യവുമാണ്. നമ്പർ 7 ക്യാബേജ് ചോപ്പ് പാവ. 1997 ആദ്യമായി ഈ പാവകളെ വിൽക്കാൻ ആരംഭിക്കുന്നത്. ഈ പാവയെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പ്രത്യേക സ്വിച്ചുകളൊന്നും തന്നെയില്ല. 2 ബാറ്ററികൾ ഇട്ടാൽ ഉടൻ തന്നെ ഇത് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതാണ്. എന്നാൽ ഇത് പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ഇതിന്റെ വായിൽ എന്തിട്ടാലും അത് കടിച്ച് ചവച്ചിറക്കുന്നതാണ്. അതിനാൽ തന്നെ ചെറിയ കുട്ടികൾ ഈ പാവയെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നായി തന്നെ കണക്കാക്കി. പക്ഷേ ഇത് മാർക്കറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് വിറ്റുപോവുകയും ചെയ്തു എന്നത് ഒരു സത്യം തന്നെയായിരുന്നു. എന്നാൽ പോകെ കുട്ടികൾ സ്വന്തം വിരൽ ഈ പാവയുടെ വായിലിടാൻ ആരംഭിച്ചു. അതിനുശേഷം എന്താണ് നടന്നതെന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യം തന്നെയില്ല. അത്തരത്തിൽ കുട്ടികളുടെ വിരലിനെല്ലാം അപകടം സംഭവിക്കാൻ ആരംഭിച്ചു. പിന്നീട് പല സ്ഥലങ്ങളിലും കുട്ടികളുടെ എല്ലാം തലമുടികൾ ഈ പാവയുടെ വായിൽ കുടുങ്ങി അപകടങ്ങൾ സംഭവിക്കാനും ആരംഭിച്ചു. അതിനുശേഷം 2000 ഈ പാവകളുടെ വിൽപ്പന പല രാജ്യങ്ങളും പൂർണ്ണമായും നിരോധിക്കുകയുണ്ടായി. നമ്പർ 6 അക്വാ ഡോട്ട്സ്. തുടക്കത്തിൽ ചൈനയിലായിരുന്നു ഈ കളിപ്പാട്ടം കൂടുതലായും വിൽപ്പന നടത്തിയിരുന്നത്. ഇതിലുള്ള ചെറിയ ചെറിയ മുത്തുകൾ ഏതെങ്കിലും രൂപത്തിലാക്കി ചേർത്ത് വെച്ച് അതിന്റെ മുകളിൽ ഒരു സ്പ്രേ അടിച്ചാൽ അവ അപ്പം തന്നെ പരസ്പരം ഒട്ടിച്ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ഇത് വെച്ച് കളിക്കാൻ വളരെ രസമായിരുന്നു. എന്നാൽ ഇതിലെ പ്ലാസ്റ്റിക് മുത്തുകൾ പെട്ടെന്ന് ഒട്ടുവാൻ വേണ്ടി ഡേപ്പ് റേപ്പ് ഡ്രഗ് എന്ന ഹൈഡ്രോളിക് ആസിഡ് ആയിരുന്നു സ്പ്രേ ആയി ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ഉപയോഗം കാരണം കുട്ടികൾക്ക് തലവേദന, തുമ്മൽ, ഛർദി തുടങ്ങിയവെല്ലാം വരാൻ ആരംഭിക്കുകയായിരുന്നു. അതുകൂടാതെ ഈ സ്പ്രേ വായിലേക്ക് അടിച്ച് അമേരിക്കയിലെ 2 കുട്ടികളും ഓസ്ട്രേലിയയിലെ 3 കുട്ടികളും മരണപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഉടൻ തന്നെ US ഗവൺമെന്റ് ഇതിന്റെ വിൽപ്പന പൂർണ്ണമായും തടയുകയായിരുന്നു. നമ്പർ 5 മൂൺ ഷൂസ്. 1950 കാലഘട്ടത്തിൽ സാറ്റലൈറ്റ് ജമ്പിംഗ് ഷൂ എന്ന പേരിൽ ഇതുപോലെ സ്പ്രിങ് ഘടിപ്പിച്ച ഷൂസുകൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. എന്നാൽ ഇവ അത്ര വിജയം കൈവരിച്ചില്ല. പിന്നീട് 1990കളിൽ മൂൺ ഷൂസ് എന്ന പേരിൽ ഇവ വീണ്ടും മാർക്കറ്റുകളിലേക്ക് എത്തുകയുണ്ടായി. ഈ ഷൂസ് ഉപയോഗിച്ചാൽ വളരെ ഉയരത്തിൽ ചാടാൻ പറ്റുമെന്ന് കാണിക്കുന്ന പരസ്യങ്ങൾ ടിവിയിലും വരാൻ തുടങ്ങി. ഇത് കണ്ട് ഒരുപാട് കുട്ടികൾ ഇത് വാങ്ങിക്കാൻ ആരംഭിച്ചു. എന്നാൽ ഈ ഷൂസ് ധരിച്ച് ചാടാൻ തുടങ്ങിയതോടെ കുട്ടികളുടെ കാലിന് സാരമായി തന്നെ പരിക്ക് പറ്റാൻ ആരംഭിച്ചു. അവരുടെ കാലുകൾ ചെറിയ പരുക്കുകളിലുപരി എല്ലുകൾ പൊട്ടിപ്പോവുക വരെ ചെയ്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിൽക്കാൻ ആരംഭിച്ചു 1 വർഷം തികയുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ വിൽപ്പന പൂർണ്ണമായും നിരോധിക്കുകയാണ് ഉണ്ടായത്. നമ്പർ 4 ഓസ്റ്റിൻ മാജിക് പിസ്റ്റൾ കളിപ്പാട്ടം. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കളിപ്പാട്ടം ഒരു തോക്കാണ്. 1980കളിലാണ് ഈ തോക്ക് വിൽക്കാൻ ആരംഭിച്ചത്. എന്തായാലും മാതാപിതാക്കൾ ഈ തോക്ക് തങ്ങളുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത് ഒരു സ്ഥിരം സംഭവമായി തന്നെ അക്കാലത്ത് മാറുകയുണ്ടായി. ഈ തോക്കിന്റെ വളരെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ തോക്കിന്റെ മുൻവശത്തൂടെ നമ്മൾ ഉണ്ട രൂപത്തിലുള്ള ബോളുകൾ ഇടുക, പിന്നീട് പിൻവശത്ത് കാൽസ്യം കാർബൈറ്റ് പൊടിയിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുകയാണ് എങ്കിൽ ഈ തോക്കിൽ ബോളുള്ളത് ബുള്ളറ്റിന്റെ വേഗതയിൽ തന്നെ പുറത്തേക്ക് തെറിക്കുന്നതാണ്. അതിന്റെ കാരണം എന്തെന്നാൽ കാൽസ്യം കാർബൈഡ് വെള്ളത്തിന്റെ കൂടെ ചേരുന്ന സമയത്ത് ഒരു തരം ഗ്യാസായി മാറുന്നു. ഇത്തരത്തിലുണ്ടാവുന്ന ഗ്യാസ് പിസ്റ്റൾ വലിക്കുമ്പോൾ ഉണ്ടാവുന്ന ശക്തിയിൽ ബോളിനെ ബുള്ളറ്റിന്റെ വേഗതയിലാക്കി തീർക്കുന്നു. അതുകൊണ്ട് തന്നെ ബോളുകൾ ഒരു വെടിയുണ്ടയുടെ രൂപത്തിൽ തോക്കിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള രസകരമായ ശാസ്ത്രം കണ്ട് ഒരുപാട് കുട്ടികൾ ഈ തോക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ ആരംഭിച്ചു. അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള തോക്കുകൾ വാങ്ങി നൽകി. എന്നാൽ പിന്നീട് കുട്ടികൾ ഇതിൽ അളവില്ലാതെ ഒരുപാട് കാൽസ്യം കാർബൈഡ് പൊടിയിടാൻ തുടങ്ങി. അതുമൂലം ഒരു ബോംബ് പൊട്ടുന്നത് പോലെയാണ് പിന്നീട് ഇവ പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. പല കുട്ടികൾക്കും ഇത് ഉപയോഗിച്ചതോടെ അപകടങ്ങൾ പോലും സംഭവിക്കുകയും ചെയ്തിരുന്നു.
എന്തെന്നാൽ മാതാപിതാക്കൾ കൃത്യമായി നോക്കാതെ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും അപകടകരമായി തീർന്നിരിക്കുന്നത്. എന്തായാലും പിന്നീട് ഗവൺമെന്റ് ഇടപെട്ട് ഇത്തരം തോക്കുകളുടെ വിൽപ്പന നിരോധിക്കുകയായിരുന്നു. നമ്പർ 3, സ്കൈ ഡാൻസർ. 90കളിലാണ് ഈ പാവ കൂടുതലായും വിൽപ്പനയ്ക്ക് വന്നത്. ഈ സമയത്ത് ഇത് വളരെ പ്രസിദ്ധിയാർജിച്ച ഒന്ന് തന്നെയായിരുന്നു. ടിവികളിലെല്ലാം തന്നെ ഇവയുടെ പരസ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കുട്ടികൾ ഇത് വാങ്ങിച്ച് കളിക്കുവാനും ആരംഭിച്ചു. എന്നാൽ പിന്നീട് ഇവ കണ്ണിലും മറ്റും കൊണ്ട് വലിയ വലിയ അപകടങ്ങൾ തന്നെ കുട്ടികൾ വരുത്തി വെക്കാൻ ആരംഭിച്ചു. ഒരു വർഷം 70 കേസുകൾ വരെയാണ് ഇത് കാരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പല കുട്ടികൾക്കും കണ്ണിൽ കൊണ്ടതുമൂലം കണ്ണിന്റെ കാഴ്ചശക്തിക്ക് വരെ ബാധിക്കുന്ന രീതിയിൽ ഈ പാവ അപകടം വരുത്തി വെച്ചിരുന്നു. അതിനുശേഷം ഉടൻ തന്നെ ഗവൺമെന്റ് ഇടപെട്ട് ഇതിന്റെ വിൽപ്പന നിരോധിക്കുകയായിരുന്നു. എന്തായാലും ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമ്പർ 2, മാഗ്നറ്റ് ക്യൂബ്സ്. ചെറിയ ചെറിയ ബോളുകളുടെ രൂപത്തിലുള്ള കാന്തങ്ങളാണിവ. ഇവ ഉപയോഗിച്ച് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് വാങ്ങിച്ചു ഉപയോഗിക്കാൻ ആരംഭിച്ചിരുന്നു. എന്നാൽ പോകെ പോകെ കുട്ടികൾ ഇത് വിഴുങ്ങാൻ തുടങ്ങുന്നത് മൂലം ഒരുപാട് കുട്ടികൾക്ക് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, കാന്തം വിഴുങ്ങിയാൽ കുട്ടികൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പലപ്പോഴും ചെറിയ നാണയങ്ങൾക്ക് പോലും ഓപ്പറേഷൻ പോലും ചെയ്യേണ്ട അവസ്ഥകളും ഉണ്ടാവാറുണ്ട്. എന്നാൽ പിന്നീട് US കൺസ്യൂമർ പ്രൊഡക്റ്റ് സേഫ്റ്റി കമ്മീഷൻ ഈ മാഗ്നറ്റ് ബോളുകളുടെ വിൽപ്പന നിർത്തലാക്കാൻ ഉത്തരവിടുകയായിരുന്നു. എന്നിരുന്നാലും പല രാജ്യങ്ങളിലും ഇത് ഇപ്പോഴും വിൽപ്പന നടത്തി വരുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ അപകടകരമായ കളിപ്പാട്ടങ്ങളുടെ പട്ടികയിലെ അവസാനത്തെയും ഒന്നാമത്തെയും ആളെയുമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നമ്പർ 1, ക്ലാക്കസ്. വേഗത്തിൽ ചുറ്റുമ്പോൾ ഈ 2 ബോളുകൾ പരസ്പരം കൂട്ടിയിടിച്ച് വലിയ ശബ്ദം ഉണ്ടാക്കുന്നതാണ്. അതിനാൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുവാൻ ആരംഭിച്ചു. കാരണം ഇത് വെച്ച് കളിക്കാൻ വളരെയധികം രസം തന്നെയാണ്. എന്നാൽ ഇത് വേഗത്തിൽ ചുറ്റുമ്പോൾ ഇത് കുട്ടികളുടെ മുഖത്തും മറ്റും തട്ടി വലിയ വലിയ ചതവുകളും മുറിവുകളും ഉണ്ടാക്കാൻ ആരംഭിക്കുകയായിരുന്നു. അതോടെ ഇതിന്റെ വിൽപ്പന നിരോധിച്ചു. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ചെറിയ അശ്രദ്ധ പോലും വളരെ വലിയ അപകടങ്ങൾ വരുത്തി വെക്കാൻ പര്യാപ്തമാണ് ഈ കളിപ്പാട്ടങ്ങൾ. ഇതുപോലെ ഇന്ത്യയിൽ സ്ലിംഗ് ഷോട്ട് അഥവാ കവണ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് അപകടം സംഭവിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇത്തരം വിൽപ്പനകൾ നിരോധിച്ചതാണ്. പക്ഷേ കേരളം അടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഇതിന്റെ വിൽപ്പന നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളും ഇത്തരം കാര്യങ്ങൾ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്ന് കമന്റിലൂടെ എഴുതുക. എന്തായാലും ഇന്ന് നമ്മൾ പരിചയപ്പെട്ട കളിപ്പാട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അപകടകരമായി തോന്നിയ കളിപ്പാട്ടം ഏതാണെന്ന് കമന്റിലൂടെ അറിയിക്കുക. അതിന്റെ കൂടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ അറിവുകൾ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.